ഗമഗരെ സരനി സദാ രെ സായാബേ സായാബേ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിവാഹ ദിവസം എത്തിട്ടോ. വിവാഹ ദിവസത്തിന്റെ അന്ന് താലികെട്ടിന്റെ സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലായിരുന്നു വിവാഹം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഫോറസ്റ്റ് ഗ്രീനും മസ്റ്റാർഡ് യെല്ലോയും ധാവണിയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നതേ നമ്മുടെ തൃശ്ശൂർ റെമിയാണ്. ഞാൻ ഇടുന്ന കഫ്താനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പൊ അതൊക്കെ എനിക്ക് റെമിയാണ് കേട്ടോ ചെയ്തിരുന്നത്. അപ്പൊ റെമിയുടെ അടുത്ത് കൊടുത്ത റെമി എനിക്ക് ചെയ്തു തന്നത് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് റെമിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇൻസ്റ്റയിൽ ഇതിന്റെ റീല് ഷെയർ ചെയ്യാം. ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അളവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റിസപ്ഷന്റെ ഡ്രസ്സും കെട്ടാൻ നേരത്ത് നമ്മൾ തലികെട്ടിന്റെ നേരത്ത് നമ്മൾ ഇട്ട ഡ്രസ്സും എനിക്ക് ചെയ്തു തന്നത് റെമി തന്നെയാണ് കേട്ടോ. അനിയന്റെ കല്യാണമായ കാരണം കൊണ്ട് കുറച്ചൊന്ന് ഒരുങ്ങണ്ടേ, അത് കാരണം നമുക്ക് ഒരുങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കുറച്ച് ദിവസമായി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മക്കൾ ഉണ്ടാവാറായി. അപ്പോഴാണ് ഞാൻ കല്യാണ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ കല്യാണത്തിന്റെ തലേദിവസത്തെ ആ ഒരു ആർമാദിപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതിന്റെ ഇടയിൽ എന്റെ ശബ്ദമൊക്കെ പോയായിരുന്നു ഇവിടെ. കുറച്ച് ഓവറായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ആരെങ്കിലുമൊക്കെ ലീഡ് ചെയ്യാനും ഇതുപോലെ ഒരു വൈബ് കൊടുക്കാനും ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരും വൈബാവില്ലേ, ഭയങ്കര ഡള്ളാവും. അപ്പൊ നമ്മളൊന്ന് കുറച്ചിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ നിന്നാലാണ് ബാക്കിയുള്ളവർ നമ്മുടെ ഒപ്പം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. അത് കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ച് ഓവറാവണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഓവറാവലൊക്കെ കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ടയേർഡായിരുന്നു. ശ്രീകുട്ടന് ഭയങ്കര പനിയും കാലുവേദനയായിരുന്നു കേട്ടോ കല്യാണത്തിന്റെ അന്ന്. അത് കാരണം കൊണ്ട് എനിക്ക് വേണ്ടത്ര രീതിയിൽ ഞാൻ എത്ര എൻജോയ് ചെയ്തോ അതോ ഒരു ഇന്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാനായിട്ട് എൻ്റെ ക്ലിപ്സ് ഉണ്ടായിരുന്നില്ല വീഡിയോയുടെ. അപ്പോൾ ഞാനത് വീഡിയോഗ്രാഫേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ കാരണവശാൽ അവർക്ക് വേറെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ക്ലിപ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കല്യാണ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഭാഗ്യനും ശ്രീകുട്ടനും ഒരു വൈറ്റ് ഷർട്ട് പിന്നെ മുണ്ടാണ് എടുത്തിരുന്നത് കേട്ടോ. ആക്ച്വലി അതിൻ്റെയൊക്കെ വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ധാവണിയൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞാലും ഒരുപാടൊന്നും നല്ല ചൂടായ കാരണം കൊണ്ട് ഒരുപാട് നമുക്ക് ഓവറാക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കും തീരെ വയ്യായിരുന്നു, നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ശരീരസുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് മാനസികമായ ഒരു വെൽനെസ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് ഭയങ്കര കുറവായ കാരണം കൊണ്ട് നമ്മൾ എന്താ പറയുക, എന്നാലും പറ്റാവുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലല്ലോ നമ്മുടെ കല്യാണങ്ങൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇച്ചിരി മുല്ലപ്പൂവൊക്കെ വെച്ചു. എനിക്ക് മുല്ലപ്പൂ വെച്ചാൽ പെട്ടെന്ന് തലവേദന വരും. ഇതുപോലെ മുല്ലപ്പൂവിന് അന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തലവേദന വരുന്നു മാത്രം. അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ കല്യാണത്തിന് ഒരുങ്ങിയ ലുക്കിലല്ല നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്നുണ്ടാവുക. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ പ്രൊമോഷൻ രമേശിൻ്റെ പേജിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ ക്യാമറാമാൻ ഷൂട്ട് ചെയ്ത് തന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയുണ്ട് ഡ്രസ്സ്, അതുപോലെ തന്നെ എനിക്കത് ചേരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണം. ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ സഖി ബൈ ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പതുക്കെ കെട്ടാൻ പോയാലോ. നമ്മുടെ ഇവിടുത്തെ ആറാട്ടുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. ഇതാണ് ശ്രീകുട്ടൻ മുണ്ടൊക്കെ എടുത്ത് വലിയ കുട്ടിയായില്ലേ. അപ്പോൾ ഞാൻ അന്ന് ലെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഓർണമെന്റ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ വേറൊരു ദിവസമാണ് നമ്മളത് ഷൂട്ട് ചെയ്തതെന്ന്. അങ്ങനെ നമ്മുടെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭാഗ്യനും ശ്രീകുട്ടനും ഒരേപോലത്തെ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കൊരു റെയിൽവേ ഗേറ്റ് ഒക്കെ കടന്നു പോകുന്ന കാരണം കൊണ്ട് കുറച്ച് വൈകിട്ടാണ് നമ്മളവിടെ എത്തിയത്. അത് കാരണം കൊണ്ട് തിരക്ക് പിടിച്ചുള്ള ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഞാൻ എടുത്തു വെച്ച കുറച്ച് ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പ്രിയേച്ചി, ഇതാണ് രാഹുലിൻ്റെ ചേച്ചി കേട്ടോ. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ അമ്പലത്തിലാണ് കെട്ടായ കാരണം കൊണ്ട് നമ്മളിങ്ങനെ മുണ്ടൊക്കെ ഉടുപ്പിച്ചു. ഇതാണ് വിസ്മയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ. ഇതാണ് വിസ്മയുടെ അച്ഛൻ. പിന്നെ അമ്മ ഉണ്ട്, മേമയുണ്ട്. അമ്മ ആണ് കേട്ടോ ഇപ്പുറത്ത് നമ്മുടെ വയലറ്റ് പർപ്പിൾ കളർ ബ്ലൗസ് ഇട്ട് നിൽക്കുന്നത്. പിന്നെ അനിയനുണ്ട്, ചേട്ടനുണ്ട് അപ്പുറത്ത്. അങ്ങനെ നമ്മുടെ ഇളയമ്മ, നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. താലികെട്ടിൻ്റെ സമയമായി. അങ്ങനെ നമുക്കിനി താലികെട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം കേട്ടോ.
അങ്ങനെ നമ്മുടെ അനിയൻ രാഹുൽ വിവാഹിതനായിരിക്കുകയാണ്. കൂടെ ഒരു പങ്കാളി കൂടി കൂടിച്ചേർന്നിട്ടുണ്ട്. ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള ഓരോ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും നമ്മുടെ കൈപിടിക്കാൻ നമ്മളോടൊപ്പം കൂടുന്ന നമ്മുടെ സഹയാത്രിക അല്ലെങ്കിൽ വിസ്മയ്ക്ക് സഹയാത്രികൻ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ തന്നെയാണല്ലേ, നമ്മുടെ പ്രശ്നങ്ങളിലാണ് കൂടുതലും നമ്മളോടൊപ്പം നമ്മുടെ പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിക്കുക. ഒപ്പം തന്നെ നേട്ടത്തിലും, എങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ഇമോഷണലി ഡാമേജ്ഡ് ആവുന്നത് നമ്മൾ. അപ്പോൾ നമുക്കൊരു കൂട്ടെന്നുള്ള രീതിയിൽ ഒരു പങ്കാളിനെ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ആശംസകൾ ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ ചടങ്ങാവുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ താലിക്കെട്ട്, അതിനുശേഷം സിന്ദൂരം ചാർത്തൽ, പിന്നെ നമ്മൾ നമ്മുടെ എൻഗേജ്മെന്റ് സമയത്ത് മോതിരം കൈമാറിയിട്ടില്ലെങ്കിൽ മോതിരം കൈമാറൽ, അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ടാവും. പെൺകുട്ടിയുടെ വീട്ടുകാരും ആൺകുട്ടിയുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് പല കാഴ്ചകളും കാണിച്ചു തരേണ്ട കാരണം കൊണ്ട് ഞാൻ കാഴ്ചകൾ കാണുന്നത് വളരെ കുറവാണ്, എൻജോയ് ചെയ്യുന്നതും വളരെ കുറവാണ്. അത് ഏത് കാഴ്ചകളായാലും എനിക്കത് നിങ്ങൾക്ക് ആസ്വദിച്ച് കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യം എനിക്കതിന് പറ്റിയില്ല. നല്ല സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ രാഹുൽ ഇന്ന് വിവാഹിതനാവാണ്. അതിനുവേണ്ടി അവൻ്റെ ജീവിതത്തിലെ ഈ അസുലഭ നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പല്ലിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്ര നടയിൽ മാളവിക ഉണ്ണിക്കുട്ടനുണ്ടാവും. മാളവിക, ഞാൻ ഉണ്ണിക്കുട്ടൻ. ഇത് സുരേഷ് ചേട്ടൻ നമ്മൾ ഇന്നലത്തെ ഹൽദിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് രാഹുലിൻ്റെ അലിയുടെ ചേട്ടനാണ്. ഇത് ചേച്ചി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ല കേട്ടാ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ചന്ന് തൊട്ട് കാണുന്നതാണ് സുരേഷ് ചേട്ടനെ. ചേച്ചി ഇവരെല്ലാവരും ബോംബെയിൽ സെറ്റിൽഡാണ്. മോനുണ്ട്, മോൻ വന്നിട്ടില്ല. പിന്നെ ഞാൻ അമ്മൂനെ നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി നേരം സുരേഷ് ചേട്ടാ പറയാം. സുരേഷ് ചേട്ടാ, ഈ സുദിനത്തിൽ എന്താ പറയാനുള്ളത്? ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഞങ്ങളുടെയൊക്കെ അനുജനായ രാഹുലിൻ്റെ വിവാഹം, ഞങ്ങളൊക്കെ സ്വപ്നം കണ്ട വിവാഹം. ഞങ്ങളൊക്കെ ബോംബെയിൽ നിന്ന് എത്തി. പിന്നെ നിങ്ങളുടെ താരത്തിൽ താരമായ മാളവിക ഇന്നലെ പെർഫോം ചെയ്തു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കണ്ടതാണ്. മാളവിക അല്ല, നിങ്ങൾക്ക് മാളവിക, എനിക്ക് മാളവും. അപ്പോൾ ഈ നിലയിലൊക്കെ എത്തിയ മാളവികയ്ക്ക് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ഒപ്പം ആര്യപുത്രൻ മിസ്റ്റർ ആര്യപുത്രൻ എന്ന് പറഞ്ഞ നിങ്ങളൊക്കെ വിളിക്കുന്ന ഭാഗ്യരാജൻ. അപ്പോൾ ഭാഗ്യരാജിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ഭാഗ്യമുണ്ട്. വിവാഹം കഴിച്ചപ്പോൾ വേറൊരു ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് കിട്ടി. സന്തോഷം. അപ്പോൾ ഞങ്ങളിനി അവര് ഞങ്ങള് വന്നപ്പോ വൈകിയ കാരണം കൊണ്ടേ ഒരുങ്ങിയിട്ട് ആരും കാണിച്ചു തരാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഏറ്റവും താഴെയുള്ള അനിയൻ, ഏറ്റവും താഴെയുള്ള പാപ്പന്റെ ഏറ്റവും താഴെയുള്ള അനിയൻ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ആള് പാപ്പനാണ്, ശ്രീകുട്ടന്റെ പാപ്പനാണ്. അപ്പൊ ഇത് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങള് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തായിട്ടാണ് കേട്ടത്. ഞങ്ങളുടെ തരുണിമണികളെ നോക്കൂ, ഓരോരുത്തരെയും വരി നോക്കൂ. തരുണിമണികൾ നിൽക്കൂ. അതിലേക്ക് ചേച്ചിനെ നിങ്ങൾ കുറെ നാൾ കണ്ടിട്ടുണ്ടാവില്ല, കുറെ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഒരു പാപ്പന്റെ മോളാണ് കേട്ടോ. മിക്കത് ഡ്യൂട്ടികളൊക്കെ ആയിരിക്കും. ലക്ഷ്മിയിലാണ് ഞങ്ങൾ സ്നേഹത്തോടെ ചിത്തു വിളിക്കും ചേച്ചിനെ. ഞങ്ങൾക്ക് 2 സന്തതികളുണ്ട്. പൊന്നൂട്ടാ, പൊന്നും. അപ്പോ ബന്ധപ്പെട്ടില്ല ചേച്ചിക്ക്. അതെ, ഇത് ആളുടെ സഹധർമ്മിണിയാണ്. കേട്ടാ. നമ്മുടെ ഫാമിലി വലിയ ഫില്ലി ഫാമിലിയാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാത്ത ആൾക്കാരെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ അവിടെ ഞാൻ പോയപ്പോൾ ഒരു പൂവൊക്കെ കണ്ടു. അവിടെ നിന്ന് കുറേ പൂവൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ആക്ച്വലി എല്ലാവരും പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രീകുട്ടൻ്റെ അവസ്ഥ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാലുവേനയും നല്ല പനിയായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വീട്ടിലേക്ക് കയറ്റിയുന്ന ചടങ്ങാണ്. പക്ഷെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണ് കയറ്റിയത്. അപ്പോൾ ആ ചടങ്ങാണ് കേട്ടോ. ഞങ്ങള് അയൽപ്പക്കക്കാരാണ് കേട്ടാ. ഇവരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരുപാട് അയൽപ്പക്കക്കാരും അതുപോലെ തന്നെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരും പരിചയപ്പെടുത്തി തരണമെന്ന് വലിയ ആഗ്രഹമാണ്. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, ഇപ്പോൾ ബി ഹാപ്പി ഫാമിലിയിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു തരുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഡെൽസി ആൻറ്റി, സണ്ണി അങ്കിള്, അതുപോലെ തന്നെ പ്രശോഭേട്ടൻ മക്കളൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടുപരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവരെ ഒരുങ്ങിയിട്ട് കാണിച്ചു തരേണ്ടത് വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ അലിയൻ കാല് കഴുകി വിളക്ക് കൊടുത്ത് കയറ്റുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ നാട്ടിലത് വീട്ടിലേക്കാണ് കയറ്റുക കേട്ടോ. വീട്ടിലാണല്ലോ പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ വീട്ടിലാണ് കല്യാണം ഉണ്ടാവുക. പെൺകുട്ടിയുടെ വീട്ടിലാണ് മിക്കതും കല്യാണം ഉണ്ടാവുക. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് കയറ്റുക.
അളിയൻ ഇങ്ങനെ കാലൊക്കെ കഴുകി കയറ്റുക. അവരവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. ശ്രീകുട്ടനെ വയ്യാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും പിടിച്ചില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവന് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞത് ആഗ്രഹിച്ചിരുന്ന് അങ്ങനെയാ ഒരുപാട് അങ്ങോട്ട് ആഗ്രഹിച്ചിരുന്നാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഓടി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇനി എൻഗേജ്മെൻറ്റ് റിസപ്ഷൻ്റെ പരിപാടികളായിട്ട് കാണാം കേട്ടോ. നമുക്കും ഇവിടെ റിസപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. ഇവിടെ വേലുപാടം ചർച്ച് ഉണ്ടായിരുന്നു, അവിടെയാണ്. അപ്പോൾ ഇതും നമുക്ക് റെമി തന്നെ കസ്റ്റമൈസ് ചെയ്ത് തന്ന ഒരു ലാച്ച പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇത് തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് നമ്മുടെ പേജിൽ നിന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര മാച്ചിങ് ആയിട്ട് കിട്ടി. നമ്മുടെ ടോപ്പിനോട് മാച്ചായിട്ട് വർണ്ണശബളമായ ഒരു മാലയും അതൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ലീവിൻ്റെ ആ ഭംഗി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൽ നമ്മളിങ്ങനെ ആ ഒരു ടോപ്പിൻ്റെ സെയിം ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ പറവ പോലെ പറക്കുന്നതാണ്. ഞാൻ പറക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് റിസപ്ഷൻ ലുക്ക്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് കാലത്തെ ലുക്കിനേക്കാളും ഇഷ്ടപ്പെട്ടത് റിസപ്ഷൻ ലുക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതും ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ആളെല്ലാം സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു, ചേച്ചി ഏട്ടായും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ശ്രീകുട്ടൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ഒരു മഞ്ഞമയത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിന് പോകാൻ റെഡി ആയിരിക്കുകയാണ് ഞാൻ. ഒരു 4 മണി 4:00 കൂടിയിട്ടാണ് നമ്മുടെ റിസപ്ഷൻ ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ ചെന്നപ്പോഴേക്കും കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ സ്റ്റേജിൽ. അച്ഛൻ്റെ വിസ്മയുടെ ഫാമിലി ഉണ്ട്, രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫാമിലി ഉണ്ട്. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് പിന്നെ ആ നിൽക്കുന്ന സ്റ്റേജിൽ വേറൊരാളെ കണ്ടോ ഞാൻ. അപ്പോൾ ആ ഒരു പരിപാടിയിൽ ഏർപ്പെട്ട കാരണം കൊണ്ട് റിസപ്ഷനും എനിക്ക് ഭംഗിയിൽ പിടിക്കാൻ പറ്റിയില്ല. ഇത് കുറച്ചൊക്കെ ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. റിസപ്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ടുള്ള നമ്മുടെ ഇളയമ്മ. അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങളെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടില്ല, എന്നാലും ഞങ്ങൾ ഫുൾ ടീമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങളും വിളിക്കാത്ത ഇനിയും കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പങ്കെടുക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകുട്ടൻ്റെ പനിയൊക്കെ ഏകദേശം കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറി മൈക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ഓവറായാലാണ് നമ്മുടെ ചുറ്റുമുള്ളവർ അറ്റ്ലീസ്റ്റ് ഒന്ന് എനെങ്കിലും ചെയ്യുള്ളൂ. അത് കാരണം കൊണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ പരിപാടി, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ വിളിച്ച് സംസാരിച്ച്, നിങ്ങൾക്കറിയാലോ ഞാനൊരു സംസാരപ്രിയാണെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നഷ്ടമായത്. ഞാൻ എത്രയോ എൻജോയ് ചെയ്തോ അതിൻ്റെ 1% പോലും നിങ്ങളെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. പക്ഷേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ കയറിയതൊക്കെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം അവിടെ മിസ്സാവും എന്നുള്ളത്. അപ്പോൾ സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. നിങ്ങളോട് വീണ്ടും ഞാൻ സോറി പറയുകയാണ്. പക്ഷേ കല്യാണം നമ്മൾ വേണ്ടത്ര രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യിക്കാം. പിന്നെ അവരുടെ ദിവസമല്ലേ, അവരെല്ലാം എൻജോയ് ചെയ്യണ്ടേ. ഇതിപ്പോൾ ചാനലിൽ ഇടുന്നത് ഇടാത്തത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. ഇതൊക്കെയായിരുന്നു കല്യാണ വിശേഷം. അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളും എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ. നീണ്ട കാത്തിരിപ്പിന് ശേഷം എൻ്റെ അനിയൻ രാഹുൽ വിവാഹിതനായിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുതിയൊരു സുഹൃത്തിനെയും പുതിയൊരു അനിയത്തിയെയും കിട്ടിയിരിക്കുകയാണ് വിസ്മയ. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു കേട്ടോ. കുറേ ദിവസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കമ്പനിയായി ഭയങ്കര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ നാടും കാടും ഒക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മിസ്സായാലും ഞാൻ വീണ്ടും നിങ്ങളോട്
ക്ഷമ ചോദിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഒരു പണി കിട്ടുമ്പോഴല്ലേ മനസ്സിലാവുക. അപ്പൊ പണി കിട്ടിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇനി ഇങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.